മലയാള സിനിമാ പേജുകളിൽ അടുത്തിടെ വലിയ ചർച്ചയാക്കിയ വിഷയമായിരുന്നു മലയാളത്തിലെ മുൻനിര നടന്മാർ നഷ്ടപ്പെടുത്തിയ സിനിമകളും കഥാപാത്രങ്ങളും. മോഹൻലാലിന്റെ കരിയിലെ ഏറ്റവും വലിയ ഹിറ്റായ ദൃശ്യം ആദ്യം മമ്മൂട്ടിയെ നായകനാക്കി ചെയ്യാനായി ഉദ്ദേശിച്ചു വരുന്നെങ്കിലും താരത്തിന്റെ അസൗകര്യം കാരണം നടക്കാതെ പോവുകയായിരുന്നെന്ന വാർത്ത വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ മലയാളത്തിലെ റൊമാൻറ്റിക് ഹീറോയായ കുഞ്ചാക്കോ ബോബന് അവസരം ലഭിച്ചിട്ടും ചെയ്യാൻ പറ്റാതെ പോയ ചിത്രങ്ങളെക്കുറിച്ചുള്ള പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സ്റ്റാലിഡാസ് എന്ന ഐഡിയിൽ നിന്നാണ് ചാക്കോച്ചന്റെ അസൗകര്യം കാരണം ചെയ്യാൻ പറ്റാതെ പോയ ചിത്രങ്ങളെക്കുറിച്ചുള്ള പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ദിലീപിന്റെ കരിയറിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായ ജോക്കറിലെ നായകന്റെ വേഷത്തിൽ ആ ലിസ്റ്റിൽ ആദ്യത്തേത്. ലോകിതദാസ് എന്ന അതുല്യ കഥാകാരൻ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ അന്നതിന്റെ വൈകാരിക മുഹൂർത്തം കൊണ്ടും എന്നും പ്രേക്ഷകരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനമുണ്ട്. ഒരു നടനെന്ന നിലയിൽ കുഞ്ചാക്കോ ബോബനുണ്ടായ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് ചിത്രമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. എന്നാൽ പലരുടെയും അത്ഭുതപ്പെടുത്തിയത് ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയാണ്. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ പിറന്ന മലയാളത്തിലെ എവർഗ്രീൻ ക്യാമ്പസ് പ്രണയകഥയിൽ ചാക്കോച്ചനെ കാണാൻ കഴിയാത്ത സങ്കടം പലരിലും പ്രകടമാണ്. ചിത്രത്തിലെ നരേൻ അവതരിപ്പിച്ച മുരളിയായിട്ടായിരുന്നു താരം വരേണ്ടിയിരുന്നെന്നും കരിയറിലെ വലിയ നഷ്ടമാണ് കുഞ്ചാക്കോ ബോബന് ഉണ്ടായതെന്നും പലരും അഭിപ്രായപ്പെടുന്നു. അയാളും ഞാനും തമ്മിൽ, ബംഗ്ലാവിലെ ഔദ, കമ്മത്താൻ കമ്മത്ത്, ആകാശഗംഗ തുടങ്ങിയവയെല്ലാം നടൻ നഷ്ടപ്പെടുത്തിയ ചിത്രങ്ങളെ കൂട്ടത്തിൽപ്പെടുന്നു. എന്നാൽ ക്ലാസ്മേറ്റ്സ് പോലെ തന്നെ താരത്തിന് നഷ്ടമായ മറ്റൊരു ചിത്രം ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ്. ചിത്രത്തിൽ കഥ താരത്തോട് പറഞ്ഞപ്പോൾ എന്താണ് സംവിധായകൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവാത്തതിനാൽ പിന്മാറുകയായിരുന്നു. എന്നാൽ ചിത്രം ഹിറ്റായ ശേഷം സംവിധായകനെ സമീപിച്ച് ചിത്രം ചെയ്യാൻ പറയും. അങ്ങനെ ചെയ്ത ചിത്രമാണ് എന്നാ താൻ ഗ്രേസ് കൂട് എന്നും പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ചാക്കോച്ചന്റെ കരിയറിൽ വലിയ ഹിറ്റായ ചിത്രം മാറുകയും ചെയ്തു.